7 വർഷം ഒരാൾ വ്യാജ കേസിൽ ജയിലിൽ കിടന്നു. 7 വർഷം. സാധാരണക്കാരനുമല്ല, കേന്ദ്രീയ വിദ്യാലയയിലെ സാറാണ്. 12ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടി ഇദ്ദേഹത്തിനെതിരെ വ്യാജ പരാതി കൊടുത്തു. പോക്സോ അടക്കമുള്ള കാര്യങ്ങൾ കൊടുത്തു. ഇദ്ദേഹം തനിക്ക് മയക്കുമരുന്ന് നൽകി മയക്കി, ഇദ്ദേഹം തന്നെ റേപ്പ് ചെയ്തു, പ്രഗ്നൻ്റ് ആക്കി, അബോർട്ട് ചെയ്യിച്ചു. ഇതാണ് ഇദ്ദേഹത്തിനെതിരെയുള്ള വാർത്ത. എല്ലാം പ്രമുഖ ടൈംസ് ഓഫ് ഇന്ത്യ, മനോരമ, ലൈവിലോ അടക്കമുള്ളതിൽ നിന്ന് എടുത്തു കൊടുത്തിരിക്കുകയാണ്. 7 വർഷത്തിന് ശേഷം കോടതി കണ്ടെത്തി ഈ കുട്ടി റേപ്പ് ചെയ്യപ്പെട്ടിട്ടില്ല, അബോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല, പ്രഗ്നൻ്റ് ആയില്ല, അബോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. 7 വർഷം കഴിഞ്ഞാണ് ഇദ്ദേഹത്തെ വെറുതെ വിട്ടത്. ഇദ്ദേഹം 12ാം ക്ലാസ്സിലെ കുട്ടി, സ്കൂളിലെ എന്തോ മാർക്ക് പ്രശ്നം അടക്കമുള്ള കാര്യങ്ങളിൽ ഇവർ തമ്മിൽ തർക്കം ഉണ്ടായതുകൊണ്ട് ഈ വ്യാജ പോക്സോ കൊടുത്ത് 7 വർഷമാണ് ഒരാൾ ജയിലിൽ കിടന്ന അവസാനം കോടതി നിരപരാധിയാണെന്ന് കണ്ടെത്തിയത്. തൊട്ട് ഇപ്പുറത്ത് നമ്മുടെ എല്ലാം പെട്ടെന്ന് മനസ്സിൽ ഓർമ്മയുള്ള ശ്രീ രഞ്ജിത്ത് സാറാണ് പ്രത്യേകിച്ച് ഈ ഭാഗങ്ങളിൽ കൂടിയുള്ളത്. കർണാടക ഹൈക്കോടതി അദ്ദേഹത്തിൻ്റെ കേസിനെക്കുറിച്ച് പറഞ്ഞത് ക്ലാസിക് എക്സാമ്പിൾ ഓഫ് എ ഫോൾസ് കേസ്. അതായത് ഇത് ക്ലാസിക് ഉദാഹരണമാണ് ഫോൾസ് കേസിൽ. 2015 തുടങ്ങിയ ഹോട്ടലിൽ വെച്ച് 2012 പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാണ് ഒരാൾ കേസ് കൊടുത്തിരുന്നത്. ഇനി അടുത്തത് നമ്മുടെ നാട്ടിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയി, അതുകൊണ്ടാണ് ഫ്രണ്ട് പേജിൽ കൊടുത്തത്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വാർത്ത ഈ 4ാമത്തെയാണ്. ഇതാണ് ഞങ്ങൾ ശ്രമിക്കുന്നതും ഞങ്ങളിൽ എത്താൻ ആഗ്രഹിക്കുന്നതും. യു പിയിലെ ഒരു കോടതി 1653 ദിവസം ഒരു സ്ത്രീക്ക് തടവ് ശിക്ഷ ലഭിച്ചു. 5.8 ലക്ഷം രൂപ ആ വ്യക്തിക്ക് ഫൈന് മേടിച്ചു. എന്തിനാണെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയുടെ വ്യാജ റേപ്പ് പരാതിയിൽ ഒരു പുരുഷൻ 1653 ദിവസം എന്ന് പറഞ്ഞാൽ ഏകദേശം 4 വർഷം ജയിലിൽ കിടന്നു. കോടതി അവസാനം ഇത് ഫോൾസ് കേസാണെന്ന് കണ്ടെത്തി. എത്ര ദിവസം പുരുഷൻ ജയിലിൽ കിടന്നോ അത്രയും ദിവസം ഈ സ്ത്രീയും ജയിലിൽ കിടക്കണമെന്നും ഈ കാലം കൊണ്ട് ഇയാൾക്ക് എന്ത് റവന്യൂ ഉണ്ടാകുമായിരുന്നോ ആ റവന്യൂ ഈ സ്ത്രീയുടെ കയ്യിൽ നിന്ന് പിടിക്കാൻ ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയിൽ കഴിഞ്ഞ വർഷം 2024 കോടതി ആദ്യമായിട്ടായിരിക്കും അങ്ങനെയുള്ളൊരു വിധി പുറപ്പെടുവിച്ചത്. അതിന് സ്ട്രിക്ട്ലി സെക്ഷൻ ഉണ്ടോ, നിയമം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. പക്ഷേ കോടതി വളരെ പോസിറ്റീവായിട്ട് ഒരു മൂഡിലെടുത്ത് എത്ര ദിവസം പുരുഷൻ വ്യാജമായി ജയിലിൽ കിടന്നോ, വ്യാജ പരാതിയിൽ ജയിലിൽ കിടന്നോ അത്രയും ദിവസം ആ സ്ത്രീയും വ്യാജമായി ജയിലിൽ കിടക്കണം. ഇത് ഞങ്ങളുടെ ആവശ്യമല്ല, ബഹുമാനപ്പെട്ട ഒരു കോടതി നൽകിയ വിധിന്യായത്തിൻ്റെ പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. നമ്മൾ മുമ്പോട്ട് വെക്കുന്നത് പുരുഷ കമ്മീഷൻ എന്ന ആശയം ഇതിൻ്റെ പേരിലാണ്. യഥാർത്ഥത്തിൽ ഈ പത്രക്കുറിപ്പിലൊന്നും എൻ്റെ വ്യക്തിപരമായ കാര്യം കാണാത്തത് ഇന്ന് ഞാൻ ഇന്നലെ ഉണ്ണികൃഷ്ണൻ സാറിനെ അടക്കം ഇവിടെ വിളിച്ച് ഇവിടുത്തെ ട്രഷറിയും ഒക്കെ വിളിച്ചിട്ട് ഒരു പത്രസമ്മേളനം ബുക്ക് ചെയ്തപ്പോൾ എനിക്കെതിരെ ഹണി റോസിൻ്റെ പരാതി വന്ന കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞങ്ങളതുകൊണ്ട് ഈ പത്രക്കുറിപ്പെല്ലാം ബുക്ക് ചെയ്ത് ഇന്നലെ വൈകിട്ട് വന്നപ്പോൾ വൈകിട്ട് ഏകദേശം 8:30 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ വന്നപ്പോൾ 1-2 ചാനലുകളിലും മറ്റും വിളിച്ചു പറഞ്ഞു ഹണി റോസ് വീണ്ടും എനിക്കെതിരെ പരാതി നൽകി. അതായത് പോലീസ് കഴമ്പില്ലെന്ന് കണ്ട്, പോലീസ് ഇതിൽ ഇയാൾക്കെതിരെ കേസിടാൻ പറ്റില്ല, കോടതി വഴി പോകാൻ കണ്ട്, നിങ്ങളെല്ലാം മാധ്യമങ്ങളിൽ കണ്ടു കാണും. കോടതി വഴി പോകണമെന്ന് പറഞ്ഞ കേസ് പോലീസ് ഇന്നലെ വീണ്ടും കേസെടുത്തു. കേസെടുത്തിരിക്കുന്നത് ഈവ് ടീസിങ് അടക്കമുള്ള വകുപ്പുകൾ ഇൻവോക്ക് ചെയ്യുന്നുണ്ട്. BNSൻ്റെ 76ഉം IT ആക്ടിൻ്റെ 67ഉം ഒക്കെ ഇൻവോക്ക് ചെയ്തുകൊണ്ടാണ്. ഞാൻ ചാനൽ ചർച്ചയിൽ ഇരുന്ന് ചർച്ച ചെയ്തത് എങ്ങനെയാണ് ഈ IT ആക്ടിൻ്റെ 67 വകുപ്പിൽ വരുന്നത്, ഇതെങ്ങനെയാണ് BNSൻ്റെ 76 വകുപ്പിൽ വരുന്നത്. നമ്മുടെ നാട്ടിലെ നിയമം നമ്മുടെ കൺമുന്നിൽ മിസ്യൂസ് ചെയ്യപ്പെടുകയല്ലേ. നമ്മുടെ കൺമുന്നിൽ കൺവെട്ടത്ത് വകുപ്പുകൾ മിസ്യൂസ് ചെയ്യപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഈ കേസ്, അതായത് 4 ദിവസം മുമ്പാണ് ഹൈക്കോടതി എൻ്റെ കേസ് തീർപ്പാക്കുകയും രാഹുൽ ഈശ്വറിനെ ഏതെങ്കിലും രീതിയിൽ അറസ്റ്റ് ചെയ്യണമെങ്കിലോ കോഴ്സീവ് ആക്ഷൻ എടുക്കണമെങ്കിലോ 2 ആഴ്ച നോട്ടീസ് കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ PV കുഞ്ഞികൃഷ്ണൻ സാറിൻ്റെ ബെഞ്ച് 3-4 ദിവസം മുമ്പുള്ള വിധിന്യായം നടന്നിരിക്കുകയാണ്. പോലീസ് ഇന്നലെ വീണ്ടും കേസ് എടുത്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? കാര്യം ഈ നാട്ടിൽ അങ്ങനെ പുരുഷനെതിരെ കേസെടുക്കുന്നതാണ് പുരോഗമനം. പുരുഷനെ അങ്ങനെ കേസിൽ കൊടുക്കുന്നത് എന്തോ വലിയ കാര്യം ചെയ്യലാണ്. പുരുഷനെതിരെ വ്യാജ പരാതി വന്നാൽ അത് പെൺകുട്ടി എന്ത് ചെയ്താലും പ്രശ്നമില്ല, ആ വ്യാജ പരാതി നിലനിൽക്കും എന്നുള്ളൊരവസ്ഥ ഈ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ഞാനായതുകൊണ്ട് ഫൈറ്റ് ചെയ്യും, സംശയമൊന്നുമില്ല. ഈ പത്രസമ്മേളനത്തിൽ പറയാം, അതായത് ഇതിൽ എഴുതാത്ത ഒരു കാര്യം കൂടെ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. ഇന്ന് രാവിലെ അഡ്വക്കേറ്റിനോട് സംസാരിച്ച് എൻ്റെ ഹണി റോസിൻ്റെ പരാതിയോടുള്ള പ്രതികരണം, അതായത് ഹണി റോസിനോട് വളരെ ബഹുമാനത്തോടെ മാത്രമേ ഞാൻ ഡീൽ ചെയ്തിട്ടുള്ളൂ, ബഹുമാന പുരസരം മാത്രമേ വിമർശനം നടത്തിയിട്ടുള്ളൂ. അവർ എനിക്ക് നേരെ പരാതി കൊടുത്താലും ഇല്ലെങ്കിലും അവർക്കെതിരെയുള്ള വിമർശനം കൂടുകയോ കുറയുകയോ ചെയ്തില്ല. കാര്യം ഹണി റോസ് എനിക്കെതിരെ പരാതി കൊടുക്കുന്നത് കൊണ്ടല്ലല്ലോ ഞാൻ ഹണി റോസിനെ വിമർശിക്കുന്നത്. പക്ഷേ ഹണി റോസിൻ്റെ ഈ പരാതി കൊടുക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു, അതായത് ഈ വ്യാജ പരാതിയുടെ ഒരു ഇരയാണ് ഞാനും. അതുകൊണ്ട് ഹണി റോസും എന്താണ് കേസ് നടത്താൻ പോകുന്നതിൻ്റെ ബുദ്ധിമുട്ടെന്ന് അറിഞ്ഞിരിക്കണം. ഹണി റോസിനെതിരെ മാനനഷ്ടത്തിന് അഡ്വക്കേറ്റ് അലക്സ് കെ ജോൺ എറണാകുളത്തെ ഹൈക്കോടതിയിലെ അഭിഭാഷകനാണ് വഴി ഇന്ന് അവർക്കെതിരെ മാനനഷ്ടത്തിന് നോട്ടീസ് അയക്കും. അവർ എനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളായ
ഓർഗനൈസ്ഡ് ക്രൈമിൻ്റെ ഭാഗമാണ് തുടങ്ങിയ കാര്യങ്ങൾ എന്നെ അപകീർത്തിപ്പെടുത്തി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. അത് മാനനഷ്ടത്തിന് വക്കീൽ നോട്ടീസ് അയക്കും. അതോടൊപ്പം ക്രിമിനൽ ഡിഫമേഷൻ കംപ്ലയിൻറ്റ് പോലീസിലും അതോടൊപ്പം കോടതിയിലും കൊടുക്കും. ഹണി റോസും അറിയണം എന്താണ് അപ്പുറത്തൊരു കേസ് വരുന്നതിൻ്റെ കാര്യമെന്ന്. ഈസി ആയിട്ട് അങ്ങനെ ഏതെങ്കിലും ആണിന് നേരെ വ്യാജ പരാതി കൊടുത്തിട്ട് രക്ഷപ്പെടാം എന്ന് വിചാരിക്കുന്നൊരവസ്ഥ ഈ നാട്ടിൽ ഇനി ഉണ്ടാവരുത്. അതിന് എന്നെ തന്നെ ഉദാഹരണമാക്കി. കാര്യം എനിക്കെതിരെ ആ വ്യാജ കേസാണെന്ന് ഒരുപക്ഷെ എല്ലാ മാധ്യമങ്ങളും, എന്നോട് പൂർണ്ണമായി വിയോജിക്കുന്ന മാധ്യമങ്ങൾ പോലും ഹണി റോസിനെ അങ്ങനെ വിമർശിക്കുന്നതിൽ കേസ് എടുക്കണ്ട എന്നൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നലെ എല്ലാ കേസും സെറ്റിൽ ചെയ്ത് മറ്റേ ആ വിഷയങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്നലെ വീണ്ടും കൊണ്ട് കേസ് കൊടുത്തിരിക്കുകയാണ്. ഞങ്ങളെല്ലാം ആ കേസിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു. ഞങ്ങൾ മെൻസ് കമ്മീഷൻ്റെ ക്യാമ്പയിനുമായി മുമ്പോട്ട് പോയി. ഞാനടക്കം 3-4 ദിവസം മുമ്പ് വീഡിയോ ഒക്കെ ചെയ്ത് ഹണി റോസിന് നല്ലത് വരട്ടെ, ബോബി ചെമ്മണ്ണൂറിന് നല്ലത് വരട്ടെ, രണ്ടുപേരുടെ ലൈഫിൽ പുതിയ ചാപ്റ്ററാണെന്നൊക്കെ പറഞ്ഞ് പോയി ആ എപ്പിസോഡേ തീർന്നു. ഇന്നലെ ആരെങ്കിലും പ്രകോപിപ്പിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടായിരിക്കാം, ഇന്നലെ വൈകിട്ട് രാഹുൽ ഈശ്വർ പറഞ്ഞതല്ല, ഹണി റോസ് ഇങ്ങോട്ട് വന്ന് വീണ്ടും കേസ് കൊടുത്തിരിക്കുകയാണ്. എന്താണെന്നറിയാമോ? പ്രതിയുടെ പക്ഷം ചേർന്ന് എന്നെ അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ പ്രമുഖ മാധ്യമങ്ങളിൽ കണ്ടത്. നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് ഞങ്ങൾ ആണുങ്ങളോടൊരു കരുണ വേണ്ടി. അങ്ങനെ ഈ വ്യാജ പരാതിയാണ് നിങ്ങൾക്ക് കേട്ടറിയില്ലേ? ഒരിക്കൽ പരാതി കൊടുത്തു പോലീസ് പറ്റില്ലെന്ന് പറഞ്ഞല്ലേ, പോലീസ് ഇന്നലെ വീണ്ടും കേസെടുത്തു. ഇനി എന്തുകൊണ്ടാണ് പോലീസ് കേസെടുക്കുന്നതെന്ന് അറിയാമോ? അവർക്കതാണ് സേഫ്. അതായത് അവർക്ക് ഇനിയും പെണ്ണ് കൊടുത്ത് പരാതി കൊടുത്തിട്ട് എടുക്കാതിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അവർക്കതാണ് സേഫ്. എനിക്കെതിരെ വനിതാ കമ്മീഷൻ കേസെടുക്കാൻ പറയുന്നു, യുവജന കമ്മീഷൻ കേസെടുക്കാൻ പറയുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി, രാഹുൽ ഈശ്വർ അല്ല, ഹൈക്കോടതിയുടെ വിധിന്യായത്തിൽ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഒബിറ്റർ ഡിക്റ്റി ആയിട്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറഞ്ഞത് യു ആർ എ ചാമ്പ്യൻ ഓഫ് മെൻ, പക്ഷേ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. ഹൈക്കോടതിയുടെ വാക്കുകളാണ്, എൻ്റെ അല്ല. നിങ്ങൾ ആണുങ്ങളുടെ കോസ് ചാമ്പ്യൻ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഹൈക്കോടതിയുടെ എക്സാക്ട് വാക്കുകളാണ്. പക്ഷേ അങ്ങനെ എല്ലാവരുടെയും നിങ്ങൾ അത് പ്രവർത്തിക്കണം. ഞാൻ പറഞ്ഞു പൂർണ്ണമായിട്ടും അത് സ്വീകരിക്കുന്നു. ഹൈക്കോടതിയുടെ ഉപദേശവും നിർദ്ദേശവുമാണ്. പക്ഷേ ഇന്നലെ വീണ്ടും എനിക്കെതിരെ അങ്ങനെ വ്യാജ പരാതി വന്നതിൽ ഹണി റോസ് എന്താണ് ആ കേസിനെയും കേസ് എങ്ങനെ നടത്തണമെന്ന് ഹണി റോസും തീർച്ചയായും ഇനി അറിയണം. വീട്ടിൻ്റെ സൗകര്യത്തിൽ അവരുടെ മൂഡിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ വികാരം വരുന്നതിനനുസരിച്ച് അവരുടെ തോന്നലിനനുസരിച്ച് ആർക്കെങ്കിലും എതിരെ പരാതി കൊടുത്താൽ അതങ്ങ് ഈസിയായി പോകാം എന്ന കരുതൽ ഹണി റോസിന് വേണ്ട. അതുകൊണ്ട് ഈ കേസിൻ്റെ അറ്റം വരെ പോവുകയും ചെയ്യും. ക്രിമിനൽ ഡിഫമേഷൻ കംപ്ലയിൻറ്റ് എനിക്കത് പറയാൻ റൈറ്റും ഉണ്ട്. കാര്യം ഹണി റോസിൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റിൽ രാഹുൽ ഈശ്വർ ഓർഗനൈസ്ഡ് ക്രൈമിൻ്റെ ഭാഗമാണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതെൻ്റെ മാനനഷ്ടം, ഡിഫമേഷൻ ഉള്ള കാര്യമാണ്. ആ ക്രിമിനൽ ഡിഫമേഷൻ്റെ ഭാഗമായി ഹണി റോസിനെതിരെ കേസ് കൊടുക്കും. ഞാൻ തന്നെ അഡ്വക്കേറ്റാണ്, ഞാൻ തന്നെ വാദിക്കും. ഹണി റോസിന് വേറെ ആരെങ്കിലും വെക്കേണ്ടി വരുമായിരിക്കും. ഞാൻ തന്നെ അഡ്വക്കേറ്റ് എക്സ് ജോൺ സാർ വഴിയാണ് കൊടുക്കുന്നത്. ഞാൻ തന്നെ ബാക്കിയുള്ള കേസിൽ പാർട്ടി ഇൻ പേഴ്സണായി അപ്പിയർ ചെയ്ത് വാദിക്കുകയും ചെയ്യും. ഇനി നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് വന്ന ഈ മെൻസ് കമ്മീഷൻ, ആ മെൻസ് കമ്മീഷന് ശ്രീ അഭിലിന് കൊടുത്തുകൊണ്ട്, ഇനി അഭിലിന് കൊടുക്കാനൊരു കാരണമുണ്ട്. ഒരാളും കൂടെ ഗസ്റ്റായിട്ട് വരാനിരുന്നിരുന്നു, ഷെറീന, നമ്മുടെ കുട്ടിക്കൽ ജയചന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ. ഞങ്ങൾ കുറച്ച് മുമ്പ് അപ്പുറത്ത് സോപാനത്തിൽ നിന്ന് കാപ്പി പിടിച്ച് കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സംസാരിച്ചവർക്ക് പേഴ്സണലി കൊടുത്തു. ഞാനപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ നിരപരാധിയാണെന്ന് നമുക്കറിയാം, നിങ്ങൾക്കും അറിയാം. അതായത് അവരുടെ ഫാമിലി ഫ്യൂഡിൻ്റെ ഭാഗമായിട്ട്, കുടുംബത്തർക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ജയേന്ദ്രനെതിരെയുള്ള ഈ വ്യാജ പോക്സോ വന്നത്. ഷെറീനയുടെ ബന്ധു തന്നെയാണ്, അല്ലെങ്കിൽ ഷെറീനയുടെ കുടുംബത്തിലുള്ള ആൾക്കാരാണ് കൊടുക്കുന്നത്. ഇനി വിക്ടിമിൻ്റെ ഐഡൻറ്റിറ്റി ഡിസ്ക്ലോസ് ചെയ്തു എന്ന് പറയരുത്. എല്ലാ മാധ്യമങ്ങളിലും കുടുംബത്തർക്കം എന്ന് പറയുന്നുണ്ട്. ആ കുടുംബത്തർക്കം എന്ന വാക്ക് തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത്. അവരുടെ കുടുംബത്തർക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ മനുഷ്യനെതിരെ വ്യാജ പോക്സോ വന്നത്. 7 മാസമായിട്ട് പുള്ളി ഒളിവിലായിരുന്നു. പിന്നെ ഞാൻ ഇന്നലെയാണ് പോലീസ് സ്റ്റേഷനിൽ പോയത്. ബസൻ സാറാണ് വാദിച്ചത്, നമ്മുടെ പഴയ ഹൈക്കോടതി ജഡ്ജി, സുപ്രീം കോടതിയിൽ. അദ്ദേഹത്തിന് 4 ആഴ്ച നോട്ട് ടു അറസ്റ്റ് കിട്ടി. ഞാനപ്പം ഷെറീന ഇന്നലെ നമ്മളെല്ലാം കൂടി ഒരുമിച്ചിരിക്കാം, ഷെറീനയ്ക്ക് കൊടുത്തു തുടങ്ങാമെന്നാണ് വിചാരിച്ചിരുന്നത്. ഇന്ന് അവരുടെ അഡ്വക്കേറ്റ് അടക്കം പലരും പറഞ്ഞു, അത് നമ്മൾ നിരപരാധികളാണ്, നമ്മളങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ. ഈ നാട്ടിലെ പുരുഷൻ്റെ അവസ്ഥയാണ് ഞാൻ ആലോചിച്ചത്. ഇന്നലെ അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ ഇരുന്നപ്പോൾ ഞാൻ ജയേന്ദ്രൻജിയോട് സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു, മീഡിയക്കാരെല്ലാം അവിടെ ഇല്ലേ, നിങ്ങൾ പറ, കുടുംബത്തർക്കമാണ്, വ്യാജ പോക്സോ ആണ്. അത് പറഞ്ഞാൽ ശരിയാവില്ല, അത് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്കിനി ബെയിൽ കിട്ടൂല എന്ന് അഡ്വക്കേറ്റ് പറഞ്ഞു. ഒരാണിന് അവൻ നിരപരാധിയാണെന്നറിയാവുന്നിട്ട്, കുടുംബത്തർക്കം അറിയാഞ്ഞിട്ട് താൻ നിരപരാധിയാണെന്ന് പറയാൻ പോലും പേടിയുള്ളൊരവസ്ഥയാണ്. ഇന്ന് ഷെറീനയോടും അഡ്വക്കേറ്റ്സ് അടക്കമുള്ള ആൾക്കാർ പറഞ്ഞത്, ഷെറീന പോയി കഴിഞ്ഞാൽ ചിലപ്പം വലിയ പ്രശ്നമാകും. നമ്മൾ നിരപരാധിയാണെന്നുള്ള പ്രിമൈസിലല്ലേ നമ്മൾ കോടതിയിൽ വാദിക്കുന്നത്. അത് പറയാൻ പോലും ഈ നാട്ടിലെ ആണിന് ധൈര്യമില്ല. അത് കുട്ടിക്കൽ ജയേന്ദ്രന് മാത്രമല്ല, ആർക്കുമില്ല. ശ്രീ സിദ്ദിഖിനോട് അദ്ദേഹം തിരുവനന്തപുരത്ത് ജയിലിൽ പോലീസ് സ്റ്റേഷനിൽ തെളിവെടുക്കുക എന്നുള്ളത് ഞാൻ വന്ന് പറഞ്ഞു, അങ്ങ് ശക്തമായി പറയണം, ഇത് വ്യാജ കേസാണ്, ചുമ്മാ വരണം. അത് അഡ്വക്കേറ്റ് പറഞ്ഞു, അങ്ങനെ പറയരുത്, കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ് എന്നൊക്കെ. ഈ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസിലല്ലേ, അല്ലെങ്കിൽ പോക്സോ കേസിലല്ലേ മുകേഷിനെതിരെ വ്യാജ പരാതി കൊടുത്ത സ്ത്രീ, അവർക്കെതിരെ ഒരു പോക്സോ വന്നപ്പം ആ കുട്ടിയുടെ പേരടക്കം TV ചാനലിൽ പറഞ്ഞു. ഇവിടെ ഏതെങ്കിലും പോലീസുകാരൻ പരാതി എടുത്തു? അതായത് ശ്രീ മുകേഷ് MLA-ക്കെതിരെ ഒരു സ്ത്രീ പരാതി കൊടുത്തു. ഇവർക്കെതിരെ കുറച്ചു കാലം കഴിഞ്ഞ് വേറൊരു പെൺകുട്ടി, ഒരു അണ്ടർ ഏജ് പെൺകുട്ടി, ഇവർക്കെതിരെ പരാതി കൊടുത്തു. ആ സ്ത്രീ ന്യൂസ് ചാനലിൽ, ഞാനും കൂടി ഇരിക്കുന്ന ഡിബേറ്റിൽ, പേര് പറയാമെങ്കിൽ News 18-ൻ്റെ ഡിബേറ്റിൽ, ആ സ്ത്രീ മറ്റേ പെൺകുട്ടിയുടെ പേര് പറഞ്ഞു. ചാനൽ ആങ്കർ അടക്കം കണ്ണ് ചിമ്മി പോലും ഇല്ല.
അതെന്താ? ഒരു ആണിന് സ്വന്തം നിരപരാധിത്വം പറയാൻ പോലും പേടിയാണ്. നിരപരാധിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എന്തെങ്കിലും വിചാരിക്കുമോ? ഒരു സ്ത്രീക്ക് പോക്സോ കേസ് തനിക്കെതിരെ കൊടുത്ത പെൺകുട്ടിയുടെ പേര് വരെ പറയാം. ഈ നാടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ തികച്ചും വൺ സൈഡഡ് ആണ് നിയമങ്ങൾ. അവിടെയാണ് നമ്മൾ പുരുഷ കമ്മീഷനിൽ പറയുന്നത്. ഇതിൻ്റെ ആദ്യ വരി ഞാൻ വായിക്കാം. അതായത് ഭംഗിക്ക് പറയുന്നതല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. എൽദോസ് കുന്നപ്പള്ളിക്ക് ഓൾറെഡി ഇത് കൊടുത്തിട്ടുണ്ട്. ഫെബ്രുവരി 7 ഹിയറിംഗ് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഫെബ്രുവരി 7 വീണ്ടും അസംബ്ലി തുടങ്ങും. സ്വകാര്യ ബില്ലായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇപ്പുറത്തെ കണ്ടാൽ അദ്ദേഹം കൊടുത്ത ഒഫീഷ്യൽ ലെറ്ററിൻ്റെ ഇതുണ്ട്. ഒഫീഷ്യൽ ലെറ്ററിൻ്റെ കോപ്പി സ്പീക്കർക്ക് കൊടുത്ത ഒഫീഷ്യൽ ലെറ്ററാണ്. സ്പീക്കർ അനുമതി തരുമെന്നും ഫെബ്രുവരി 7 അവതരിപ്പിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിലെ ആദ്യ വരികളിലൊന്ന്, സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ സമൂഹത്തിൽ കൂടുതൽ ലിംഗാധിഷ്ഠിതമായ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരിക എന്ന് നമ്മൾ ആത്മാർത്ഥമായി ചിന്തിച്ചാൽ അത് സ്ത്രീകൾക്ക് തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം. എല്ലാ കണക്കുകളും പഠനങ്ങളും അത് സ്ത്രീകൾക്ക് തന്നെയാണ് എന്നാണ് തെളിയിക്കുന്നത്. അതോടൊപ്പം മാറുന്ന ലോകത്തിൽ പുരുഷന്മാർക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ടെന്ന് തിരിച്ചറിയുമ്പോഴാണ് വനിതാ കമ്മീഷൻ, യുവജന കമ്മീഷൻ പോലെ പുരുഷ കമ്മീഷൻ എന്ന ആവശ്യം ഉയരുന്നത്. സ്ത്രീകൾ നേടിയെടുത്ത എല്ലാ അവകാശങ്ങളും അംഗീകരിച്ചുകൊണ്ട്, സ്ത്രീകളുടെ എല്ലാ പ്രശ്നങ്ങളും അംഗീകരിച്ചുകൊണ്ട്, അവർ സമൂഹത്തിൽ സവിശേഷമായി നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾ പുരുഷന്മാർക്കും അങ്ങനെ വ്യാജ കേസുകൾ പറ്റുന്നുണ്ട്. നിങ്ങൾ മീഡിയക്കാരാണ് അത് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം നിവിൻ പോളിയുടെ കേസ് ഞാൻ പലയിടത്തും സൂചിപ്പിച്ചിട്ടുണ്ട്. നിവിൻ പോളിക്കെതിരെ ഒരു പെൺകുട്ടി വ്യാജ പരാതി കൊടുത്തു. ആ പെൺകുട്ടി ആരാന്ന് പോലും നമുക്കറിയില്ല, പേര് വിളി പറയാൻ പാടില്ലാത്തതുകൊണ്ട്. നിവിൻ പോളിയുടെ ഭാഗ്യത്തിന് നിവിൻ പോളി ആ സമയത്ത് കൊച്ചിയിലായിരുന്നു ധ്യാൻ ശ്രീനിവാസിൻ്റെ ഷൂട്ടിങ്ങിന്. നിവിൻ പോളി ദുബായിലായിരുന്നെങ്കിൽ നിവിൻ പോളിക്ക് ക്ലീൻ ചിറ്റ് കിട്ടില്ല. നിവിൻ പോളി ഒരുപക്ഷെ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടി വരും. എന്നിട്ട് ഈ പെൺകുട്ടിയോട് നിവിൻ പോളി കൊച്ചിയിലായിരുന്നല്ലോ എന്ന് പറഞ്ഞ്, ഡേറ്റ് ഉണ്ടല്ലോ, ടിക്കറ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു, ആ പെൺകുട്ടി TV ചാനലിൽ നിന്ന് ഉളുപ്പില്ലാതെ പറയുകയാണ് അത് ഉറക്കപ്പിച്ചിൽ ഞാൻ പറഞ്ഞ ഡേറ്റ് മാറിപ്പോയതാണ്. നിങ്ങൾ TV കണ്ടിട്ടുള്ള കാര്യമായിരിക്കും. ഉറക്കപ്പിച്ചിൽ ഞാൻ പറഞ്ഞ ഡേറ്റ് മാറിപ്പോയതാണ്. ഈ രീതിയിലാണ് നിവിൻ ഭാഗ്യത്തിന് നിവിൻ കൊച്ചിയിലുണ്ട്. നിവിൻ്റെ കൂടെ 7 പേരെയും കൂടെ പ്രതി എടുത്തിട്ടുണ്ട്. അവർക്ക് ഇപ്പോഴും പോലീസിൻ്റെ പല്ലവി എന്താ അറിയോ? ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. ഞങ്ങൾ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കേസിൽ കോടതിയിൽ പോലീസ് പറഞ്ഞു ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കണം. എന്ത് അന്വേഷിക്കാനാണ്? TV ചാനൽ ലൈവായി ചർച്ച നടന്ന യൂട്യൂബിൽ എടുത്തിട്ടില്ല, എന്തോന്ന് അന്വേഷിക്കാനാണ്? പക്ഷേ പുരുഷനെതിരെ അങ്ങനെ അന്വേഷണം നടക്കുന്നതാണ് ഒരു ഗും. ആൾക്കാർക്കൊരു സന്തോഷമാണ്. പുരുഷനെതിരെ എന്തോ നടക്കുന്നു, ശക്തമായ അന്വേഷണം നേരിടും. ഈ രീതിയിൽ വ്യാജ പരാതികളിൽ ആൾക്കാർ പെട്ടുപോകുന്നുണ്ട്. അതേപോലെ വ്യാജ പരാതിയിൽ പെട്ടുപോയ ഒരാളാണ് ശ്രീ അബിൽദേവ്. അദ്ദേഹത്തിൻ്റെ കരിയർ, അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹം ഹ്രസ്വമായിട്ടെങ്കിലും കൂടുതൽ കാര്യങ്ങൾ വേറെ ആൾക്കാരുടെ പേര് പറയാതെ ഇപ്പം പോലും പുള്ളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത ആളാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ വ്യാജ പരാതിക്കാരിയെ ചൈനയിൽ നിന്ന് പുറത്താക്കിയതാണ്. അതായത് പുള്ളിക്കെതിരെ ഈ വ്യാജ പരാതി പറഞ്ഞ പലർക്കുമെതിരെ വ്യാജ പരാതി പറഞ്ഞൊരു വ്യക്തിയുണ്ട്. ശ്രീ സിദ്ദിഖിനെതിരെ വ്യാജ പരാതി പറഞ്ഞ വ്യക്തിയുണ്ട്. ഈ വ്യക്തിയെ ചൈന മഹാരാജ്യത്ത് നിന്ന് സ്വഭാവ ദൂഷ്യം കാരണം അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ കാരണം കൂടെയുള്ള 32 പെൺകുട്ടികൾ ഒപ്പിട്ട് കൊടുത്ത് ഇവർ ശരിയല്ല, ഇവരിവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാണെന്ന് പറഞ്ഞ് ചൈനയിൽ നിന്ന് പുറത്താക്കിയ വ്യക്തിയാണ് തിരിച്ചു വന്ന് ആദ്യം ഫേസ്ബുക്കിൽ 9 പേർക്കെതിരെ ഞങ്ങളെ വെർബലി അസോൾട്ട് ചെയ്തു, അതായത് വാക്കുകൾ കൊണ്ട് അസോൾട്ട് ചെയ്തു എന്ന് പറഞ്ഞു. 14 പേര്. അനുഭവസ്ഥനാണല്ലോ, കൂടുതൽ ഓർമ്മയുണ്ട്. 9 മറ്റേ മുകേഷ് സാറിനെതിരെ കൊടുത്ത ആളായിരുന്നു. 14 പേർക്കെതിരെ പറഞ്ഞു. പിന്നീട് രണ്ടാമത് പറഞ്ഞു വാക്കുകൾ കൊണ്ട് എന്നെ അസോൾട്ട് ചെയ്തു. രണ്ടാമത് സിദ്ദിഖ് സാറിൻ്റെ കേസിലാണെങ്കിൽ പറഞ്ഞു എന്നോട് സെക്ഷൽ ഫേവർ ചോദിച്ചു. ഇതൊന്നും ഞങ്ങൾ പറയുന്നല്ല, TV നിങ്ങളോട് പറയുന്നതാണ്. മൂന്നാമത് പറഞ്ഞപ്പോൾ റേപ്പ് പോയി. മൂന്നാമത് പറഞ്ഞപ്പോൾ അത് എന്നെ റേപ്പ് ചെയ്തു എന്നായി. എന്നിട്ട് വലിയ തെളിവെന്താ അറിയാമോ? മസ്കറ്റ് ഹോട്ടലിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ സ്വിമ്മിംഗ് പൂള് കാണാം. തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടൽ ഒരിക്കലെങ്കിലും കണ്ടിട്ടുള്ളവർക്കറിയാം. എല്ലാം പറയുന്നത് താഴോട്ട് നോക്കിയാലും പൂള് കാണാം, അല്ലെങ്കിൽ 90% മുറികളെയും താഴോട്ട് നോക്കിയാലും പൂള് കാണാം. ഇതിനെ വലിയ രീതിയിൽ ആഘോഷിക്കുകയും മറ്റും ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ആ വ്യക്തി തന്നെയാണ് പുള്ളിക്കെതിരെയും വ്യാജ പരാതി കൊടുത്തത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇത് കൊടുത്തുകൊണ്ട് അതായത് മെൻസ് കമ്മീഷൻ്റെ ഒരു ഡ്രാഫ്റ്റാണ്, അത് കൊടുത്തുകൊണ്ട് തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നത്. സെറീനയ്ക്കും ജയേന്ദ്രൻജിക്കും ഞാൻ പേഴ്സണലി കൊടുത്തിരുന്നു. അവർ ഇനിയും പ്രസ് ക്ലബ്ബിൽ വന്നാൽ എന്തെങ്കിലും പ്രശ്നമാവുമെന്ന് വിചാരിച്ചാണ് അവർ വരാത്തത്. അപ്പോൾ ഇദ്ദേഹത്തിന് അത് കൊടുത്ത്, ഇതാണ് മെൻസ് കമ്മീഷൻ്റെ ഒരു ഡ്രാഫ്റ്റാണ്. വളരെ മിനിമലായ 3 ഡിമാൻഡുകളെ വെച്ചിട്ടുള്ളൂ. വളരെ മിനിമലായ 3 ഡിമാൻഡ്, അതായത് ഒട്ടും ഹൈറ്റൻ ചെയ്യാതെ ഓവർ ക്ലെയിം ചെയ്യാത്ത 3 കാര്യങ്ങൾ. ജസ്റ്റ് ആ 3 വരികളിൽ വായിക്കുകയും ചെയ്യാം. കാര്യം നിങ്ങൾക്ക് ഓൾറെഡി എൻ്റെ കോപ്പി ഉണ്ട്. എന്നിരുന്നാൽ പോലും കോടതികളും മനുഷ്യാവകാശ കമ്മീഷനും ഉണ്ടെങ്കിലും സ്ത്രീകൾക്ക് നിയമ സംവിധാനം നൽകുന്ന ഉദാത്തമായ മാതൃകയാണ് വനിതാ കമ്മീഷൻ. അതേപോലെ മികച്ച മാതൃകയാണ് യുവജന കമ്മീഷൻ. ഈ മാതൃകയിൽ ഒരു പുരുഷ കമ്മീഷൻ വേണം. അതായത് ഓൾറെഡി കോടതിയുണ്ട്, എന്നാലും നമുക്ക് മനുഷ്യാവകാശ കമ്മീഷൻ ഇല്ലേ? ഓൾറെഡി മനുഷ്യാവകാശ കമ്മീഷനുണ്ട്, എന്നാലും വനിതാ കമ്മീഷൻ ഇല്ലേ? എന്തുകൊണ്ടാണ്? സ്ത്രീകൾക്ക് മനുഷ്യാവകാശ കമ്മീഷനിൽ പോയാൽ പോരെ. പക്ഷേ എന്തുകൊണ്ടാണ് വനിതാ കമ്മീഷൻ? അത് വേണമെന്നാണ്, വേണ്ടെന്നല്ല, അത് 100% വേണം. സതീദേവി മാഡവും യുവജന കമ്മീഷനിലെ ഷാജറും ഒക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്.
കോടതികളെക്കാൾ കുറച്ചുകൂടെ ഫ്രണ്ട്ലി സ്പേസും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ കമ്മീഷനുകൾ. ക്വാസി ജുഡീഷ്യൽ ബോഡി അല്ലെങ്കിൽ അർദ്ധ ജുഡീഷ്യൽ ബോഡികളാണ്. ഞാൻ യുവജന കമ്മീഷന്റെ യൂത്ത് ഡിഫൻസ് ഫോഴ്സിന്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററായി പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ്. ഞാൻ മുമ്പ് ശ്രീ RV രാജേഷ് യുവജന കമ്മീഷൻ്റെ ചെയർപേഴ്സണായിരിക്കുമ്പോൾ ഞാൻ യൂത്ത് ഡിഫൻസ് ഫോഴ്സിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററായി പ്രവർത്തിച്ചതാണ്. അതുകൊണ്ട് കോടതികളും മനുഷ്യാവകാശ കമ്മീഷനും ഒക്കെ ഉണ്ടെങ്കിലും വനിതാ കമ്മീഷനും യുവജന കമ്മീഷനും ഉള്ളതുപോലെ ഒരു പുരുഷ കമ്മീഷൻ വേണം. അതിൻ്റെ ഡ്രാഫ്റ്റ് ഓൾറെഡി സ്പീക്കറുടെ സമർപ്പിച്ചിട്ടുണ്ട്. ഈ വരുന്ന ഫെബ്രുവരി 7-ന് എൽദോസ് MLAക്ക് സമർപ്പിക്കാൻ കഴിയും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, സ്പീക്കറുടെ അനുമതി കിട്ടിയാൽ. ഇത് നമ്മുടെ ചാണ്ടി ഉമ്മൻചാണ്ടി സാറും ഇതേപോലെ വേട്ടയാടപ്പെട്ടാണ് ചാണ്ടി ഉമ്മന് എത്തിച്ചിട്ടുണ്ട്. ഞാൻ മിനിഞ്ഞാന്ന് കോഴിക്കോട് വന്ന് ആദരണീയനായ മുനവറലി ശിഹാബ് തങ്ങൾ അവർകളെ കണ്ടിരുന്നു. ഇന്ന് സലാം സാറിനോട് രാവിലെ സംസാരിച്ചിരുന്നു. ഇന്ന് രാവിലെ സലാം സാറിൻ്റെ വീട്ടിൽ വെച്ച് കാണാമെന്നാണ് വിചാരിച്ചത്. അദ്ദേഹം ഒരു മരണവും മറ്റും ഉണ്ടാകേണ്ട അദ്ദേഹം യാത്രയാണ്. പറ്റുമെങ്കിൽ ഇന്ന് വൈകിട്ട് കാണുന്നു. 2, ഇതും ഞങ്ങളുടെ ആരുടെയും വാദമല്ല കേട്ടോ, ഹൈക്കോടതിയുടെ വിധിയാണ്. 10 സെപ്റ്റംബർ 2024 ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിയുടെ അന്തസത്ത ഉൾക്കൊണ്ട് പരാതിക്കാരായ സ്ത്രീകളെ പോലെ ആരോപിതരായ പുരുഷനും സ്വകാര്യതയ്ക്കുള്ള അവകാശമുണ്ട്. അതായത് പരാതിക്കാരായ സ്ത്രീകൾക്ക് സ്വകാര്യതയ്ക്ക് റൈറ്റ് ഉണ്ട്, അത് 100% വേണം. അതേപോലെ ആരോപിതരായ പുരുഷന്മാർക്കും സ്വകാര്യതയ്ക്കുള്ള അവകാശമുണ്ട്. കോടതി കുറ്റക്കാരനാണെന്ന് കാണുന്നത് വരെ ഇവരുടെ പേര് പറയരുത്. ഞാൻ അങ്ങനെ എഴുതിയിട്ട് വീണ്ടും ഡൈല്യൂട്ട് ചെയ്തു. കോടതി പ്രൈമാ ഫേസി കുറ്റം നിലനിൽക്കുമെന്ന് പറഞ്ഞാൽ മാത്രമേ കൊടുക്കാവൂ. ഇനി കുറ്റക്കാരനാണെന്ന് കാണുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 2-3 വർഷം എടുക്കുമെന്ന് പറയും. വേണ്ട, കോടതി പ്രഥമ ദൃഷ്ടിയ ഈ കേസ് നിലനിൽക്കും എന്ന് പറഞ്ഞാൽ മാത്രമേ ഇവരുടെ പേരും ഇവരുടെ ഫോട്ടോയും നമ്മൾ കൊടുക്കാവൂ. അതിനേക്കാൾ മിനിമൽ ഒരു ഡിമാൻഡ് പറയാൻ പറ്റില്ല. പ്രഥമ ദൃഷ്ടിയ ഇത് ഹൈക്കോടതിയുടെ വിധിയാണ്, സെപ്റ്റംബർ 10. അതിൻ്റെ ഒരു കോപ്പിയും അതിൻ്റെ ഒരു കോടതി പറഞ്ഞിരിക്കുന്ന പാരഗ്രാഫും കൊടുത്തിട്ടുണ്ട്. ഇനി 2 മീഡിയയോടാണ്. സ്ത്രീകളായ എല്ലാ പരാതിക്കാരും ഇതൊരു വലിയ പ്രശ്നമാണ്. പരാതി കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങളോട് ഞാനൊരു ചോദ്യമായിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ മനസ്സിൽ ഉത്തരം പറഞ്ഞാൽ മതി. പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഒരു വ്യക്തി സർവൈവർ ആവൂ? അതായത് ഒരു വ്യക്തി പരാതി കൊടുത്തു എന്നിരിക്കട്ടെ, ഉടനെ അവർ സർവൈവർ ആയോ? അങ്ങനെയാണെങ്കിൽ നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത കുട്ടി സർവൈവർ ആവണ്ടേ? പരാതി കൊടുത്ത് ആ പരാതിയിൽ ശരിയുണ്ടെന്ന് കണ്ടെത്തിയാലല്ലേ അതിജീവിതയാവൂ. പരാതി കൊടുത്ത് ആ പരാതി ശരിയാണെങ്കിലല്ലേ അതിജീവിതയാവൂ. ഇല്ലെങ്കിൽ വ്യാജ പരാതി കൊടുത്ത, ഇപ്പം സരിത അതിജീവിതയാണോ? ഉമ്മൻചാണ്ടി സാറിനെതിരെ കള്ളപ്പരാതി കൊടുത്ത സരിത അതിജീവിതയാണോ? അല്ലെങ്കിൽ നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത കുട്ടി അതിജീവിതയാണോ? അല്ലല്ലോ. അപ്പോൾ എന്നിട്ട് നമ്മൾ പറയുന്നത് അവരെ നിങ്ങൾ ഇരാന്ന് വിളിച്ചോളൂ. അതായത് ഏത് പരാതി കൊടുത്ത ആളെയും, ശരിക്കും ലീഗൽ ടേം എന്ന് പറഞ്ഞാൽ പരാതിക്കാരിയും ആരോപിതനുമാണ്. പക്ഷേ നിങ്ങളടക്കം പല മാധ്യമങ്ങളും ലിബറൽ സ്ത്രീപക്ഷ നിലപാടുകളാണ് ഉയർത്തിപ്പിടിക്കുന്നത്. അതിനെ ബഹുമാനിക്കുന്നു. അതുകൊണ്ട് പരാതി കൊടുക്കുന്ന എല്ലാവരെയും ഇരാന്ന് വിളിച്ചോളൂ. പക്ഷേ മറുഭാഗത്ത് നിൽക്കുന്ന പുരുഷനെ കോടതി വിധി വരാതെ വേട്ടക്കാരനെന്ന് മുദ്ര കുത്തരുത്. വളരെ മിനിമലാണ്. ഇതിനെക്കാട്ടി താഴ്ത്തിയൊരു ഡിമാൻഡ് കൊടുക്കാൻ പറ്റില്ല. അതായത് പരാതിക്കാരികളായ എല്ലാ സ്ത്രീകളെയും നിങ്ങൾ ഇരാന്ന് വിളിച്ചോളൂ, പക്ഷേ പുരുഷനെ വേട്ടക്കാരെന്ന് മുദ്ര കുത്തരുത്. കാര്യം ഇവരുടെ വീട്ടിലും ആൾക്കാരില്ലേ, ഇവരുടെ വീട്ടിലും അച്ഛനില്ലേ, അമ്മയില്ലേ, സഹോദരിയില്ലേ, സുഹൃത്തില്ലേ, ഇവർക്ക് സ്കൂളിൽ പോണ മക്കളില്ലേ. ഇപ്പം ഈ അടുത്തിടയ്ക്ക് പേര് പറഞ്ഞു തന്നെ പോകാം, കാര്യം പേര് പറഞ്ഞില്ലെങ്കിൽ ഇനിയും അത് ക്ലിയർ ആവില്ല. വിജയബാബുവിൻ്റെ കേസ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കാണും. എന്താ കേസ്? ഈ വ്യക്തിക്കെതിരെ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി പരാതി കൊടുത്തു. ഇവർ തമ്മിൽ ഒരുപാട് കാലമായിട്ട് ബന്ധത്തിലും ഇഷ്ടത്തിലുമാണ്, മാനസികവും ശാരീരികവുമായ ബന്ധത്തിൽ. ആ കുട്ടിക്ക് ഒരു പുതിയ സിനിമ കിട്ടിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? വിജയബാബു റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തു. വിജയബാബു ഈ നാട് വിട്ടുപോയി വെളിയിൽ പോയി പരമാവധി ശ്രമിച്ച് ജാമ്യം നേടി തിരിച്ചു വന്നു. ജാമ്യം നേടി തിരിച്ച് എയർപോർട്ടിൽ ഇറങ്ങുന്ന സമയം കേരള പോലീസ് ഹൈക്കോടതിയിലോട്ട് പോയി ഹൈക്കോടതിയോട് പെർമിഷൻ ചോദിച്ചു, ഞങ്ങൾക്ക് എയർപോർട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യണമെന്ന്. ഭാഗ്യത്തിന് കോടതി പോലീസിനോട് തിരിച്ചു ചോദിച്ചു, എന്തിനാണ് മീഡിയക്കാരെ കാണിക്കാനല്ലേ? എന്തിനാണ് മീഡിയക്കാരെ കാണിക്കാനല്ലേ? അയാൾ കീഴടങ്ങാൻ വേണ്ടി വരികയാണ്. കീഴടങ്ങാൻ വേണ്ടി വരുന്ന ആളെ എയർപോർട്ടിൽ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് പോലീസ് പോയി. കാര്യം എന്താ? പോലീസിന് അങ്ങനെ പോകുമ്പോഴാണ് ഒരു പോലീസിൻ്റെ സന്തോഷം. ഞങ്ങളവരെ വളഞ്ഞിട്ട് പിടിച്ചു, ഞങ്ങളവരെ എയർപോർട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നൊക്കെ പറയുന്നതാണ് പോലീസിനൊരു സന്തോഷം. അത് കാരണമേ അയാളുടെ വീട്, അയാളുടെ കുട്ടികൾ, അയാളുടെ സ്കൂളിൽ പോണ മക്കൾ, ഇവർക്കൊക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമ്മൾ ആലോചിക്കണ്ടേ? നിവിൻ പോളിക്ക് സ്കൂളിൽ പോകുന്ന മക്കളില്ലേ? വിജയബാബുവിന് സ്കൂളിൽ പോകുന്ന മക്കളില്ലേ? ഈ രീതിയിൽ അവർക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്ന വേദന നമ്മളും കൂടെ നോക്കണ്ടേ? ഈ വേദന നമ്മുടെ ആൾക്കാർക്ക് എന്താ മനസ്സിലാവാത്തത്? അപ്പം അതുകൊണ്ട് ഇവരെ ഈ വേട്ടക്കാരായി തുടങ്ങിയ കാര്യങ്ങളിൽ നിങ്ങൾ മുദ്ര കുത്താതിരിക്കുക. അതോടൊപ്പം പുരുഷ കമ്മീഷൻ വന്നാൽ ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ വില കുറച്ചോ ലീഗൽ മെൻറ്ററിങ്, കൗൺസിലിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക. കാര്യം ഒരുപാട് പുരുഷന്മാരങ്ങനെ കേസ് വന്നാൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ച് നിൽക്കുകയാണ്. ടെക്നോ പാർക്കിൽ അങ്ങനെ 2 കേസുകൾ ഞങ്ങൾ ആക്റ്റീവ്ലി എടുത്തപ്പം ബാംഗ്ലൂരിൽ വേറെ ജോലി മേടിച്ചു. വർഷങ്ങളായിട്ടുള്ള ബന്ധം, ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ തെറ്റി, ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ആയിരുന്നു. പെൺകുട്ടി ആൺകുട്ടിക്ക് നേരെ കേസ് കൊടുത്തു, മറ്റേ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു.
അപ്പോൾ ഇവൻ അവസാനം 2 ആഴ്ച അകത്തായി. 2 ആഴ്ച കഴിഞ്ഞ് കോടതി കേസിൽ മെറിറ്റില്ലെന്ന് കണ്ടു. കാരണം ഞങ്ങൾ കോടതിയിലെല്ലാം പ്രസൻറ്റ് ചെയ്ത് ഇവർ തമ്മിലുള്ള ബന്ധം, ഒരുപാട് സ്ഥലങ്ങളിൽ ഇവർ ഒരുമിച്ച് പോകുന്നത്, ഇവർ തമ്മിലുള്ള ചാറ്റ്, കോടതി അവസാനം കണ്ട് വെറുതെ വിട്ടു. തിരിച്ചു വന്നപ്പോൾ ടെക്നോ പാർക്ക് ജോലിയില്ല. അത് ഒരു പെണ്ണ് കേസിൽപ്പെട്ട ആൾക്കാർക്ക് ഞങ്ങൾ HR ജോലി കൊടുക്കില്ല. ജീവിക്കണ്ടേ? ഇതിൻ്റെ പ്രശ്നം തിരിച്ച് ഗൂഗിളിൽ നോക്കിയാൽ മാധ്യമങ്ങൾ ഇങ്ങനൊരു വാർത്ത വന്നാൽ കാര്യമായിട്ട് കൊടുക്കും. അതായത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, ടെക്കി അറസ്റ്റിൽ നിന്ന്. നേരെ തിരിച്ച് അവസാനം കോടതി അക്വിറ്റ് ചെയ്ത ഏതെങ്കിലും മാധ്യമം കൊടുക്കുമോ? അതിന് ന്യൂസ് വാല്യൂ ഇല്ല. ഇവർക്ക് ഇത് കഴിഞ്ഞാൽ ജീവിക്കാനുള്ള സ്പേസ് ഇല്ല എന്ന് മാധ്യമങ്ങൾ പലപ്പോഴും തിരിച്ചറിയാറില്ല. അങ്ങനെ 2 പേർക്ക് ഞങ്ങൾ നേരിട്ട് 2 പേർക്ക് ബാംഗ്ലൂരിലടക്കം ജോലി അറേഞ്ച് ചെയ്ത് കൊടുത്തു. എങ്ങനെങ്കിലും ജീവിക്കട്ടെ എന്ന് പറഞ്ഞു. ഇനി ബാംഗ്ലൂരിലെ ആരെങ്കിലും ഈ പഴയ ഗൂഗിളിൽ അടിച്ചവരുടെ പേര് കാണുമെന്ന് നമുക്കറിയില്ല. ഇങ്ങനെയുള്ള സ്പേസുകളുണ്ട്. അബിൽജിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കും. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ചു നോക്കിയാൽ. ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയുടെ പ്രസ്താവനകളും കാര്യങ്ങളുമാണ്. സുപ്രീം കോടതി 498A കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അതായത് ഇന്നലെ പീറ്റർ മരിച്ചിരിക്കുന്ന കാര്യത്തെക്കുറിച്ചടക്കം പറഞ്ഞിരിക്കുന്നത് ലീഗൽ ടെററിസം ആണെന്നാണ്. ഞങ്ങൾ പറയണമല്ല കേട്ടോ, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉപയോഗിച്ച വാക്കാണ്. നിയമപരമായ തീവ്രവാദമാണ് ഈ നാട്ടിൽ നടക്കുന്നത്. സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ സുപ്രീം കോടതി ബെഞ്ചിലിരുന്ന് 498A പുരുഷന് നേരെ മിസ്യൂസ് ചെയ്യുന്നത് ലീഗൽ ടെററിസമാണ്. ഇന്ന് പോലും അതിനെതിരെ വേണ്ട രീതിയിൽ കാര്യം വന്നിട്ടില്ല. ഇനി ഒരു പോയിന്റും കൂടെ പറഞ്ഞ് ഇദ്ദേഹത്തിലേക്ക് പോകാം. ആ പോയിന്റ് നമ്മുടെ നാടിൻ്റെയോ മനസ്സിൻ്റെയോ മാധ്യമങ്ങളുടെയോ നമ്മൾ എല്ലാവരുടെയും ഇരട്ടത്താപ്പാണ്. ജസ്റ്റിസ് കമാൽ പാഷ സാറ് നമ്മളെല്ലാം ആദരിക്കുന്ന കേരളത്തിലെ പ്രമുഖനായ ജഡ്ജിയാണ്. കമാൽ പാഷ സാറിനെതിരെ ഞങ്ങൾ പ്രതിഷേധമൊക്കെ സംഘടിപ്പിച്ചു. കമാൽ പാഷ സാറ് ഗ്രീഷ്മ എന്ന് പറഞ്ഞ പെൺകുട്ടി ഷാരന് വിഷം കൊടുത്തു കൊന്നു. 11 ദിവസം ഇവൻ വെള്ളം കുടിക്കാതെയാണ് മരിച്ചത്. കോടതി വിധിന്യായത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ബഷീർ സാറിൻ്റെ കോടതി വിധിന്യായത്തിൽ ബഷീർ സാറിൻ്റെ കോടതി വിധിയിൽ പറഞ്ഞിട്ടുണ്ട്, ഇവൻ മരണക്കിടക്കയിലും ഗ്രീഷ്മയെ തള്ളി പറയുന്നില്ല. ഇവൻ മരണക്കിടക്കയെ കിടക്കുമ്പോൾ പോലും ഗ്രീഷ്മ ജയിലിൽ പോകാൻ ആഗ്രഹിച്ചില്ല. ആ മനുഷ്യനെ കൊണ്ട് നമ്മുടെ കമാൽ പാഷ സാർ അടക്കമുള്ള പലരും TV വന്ന് പറഞ്ഞത് ഗ്രീഷ്മയാണ് യഥാർത്ഥത്തിൽ ആ കുട്ടിക്ക് പറ്റിയത്. കോണർ ചെയ്യപ്പെട്ടു, അവൾക്ക് വേറെ ഗതിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവസാനം അവൾ അന്തസ്സോടെ കഷായം കലക്കി കൊടുത്തു എന്നാണ്. ചിലരെങ്കിലും അത് കണ്ടു കാണും. അന്തസ്സോടെ വിഷം കലക്കി കൊടുത്ത് ഒരുത്തനെ കൊന്നു. നേരെ തിരിച്ച് നിങ്ങളോട് ചോദിക്കുകയാണ്, രാഹുൽ ഈശ്വറാണ് അങ്ങനെ വന്ന് ഷാരൻ ഗ്രീഷ്മയെ കൊന്നെങ്കിൽ പറഞ്ഞിരുന്നെങ്കിലോ? ഷാരനെ നമ്മളങ്ങനെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. ഷാരന് വേറെ ഗതിയൊന്നുമില്ലായിരുന്നു. അവസാനം ഗതിയില്ലാതെ അവൻ കഷായം അന്തസ്സായിട്ട് കലക്കി കൊടുത്ത് അവളെ കൊന്നൂന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യില്ലേ? കമാൽ പാഷ സാറ് പറഞ്ഞത് തെറ്റാണെന്ന് ഇവിടുത്തെ വനിതാ കമ്മീഷൻ പറഞ്ഞ് നിങ്ങൾ കേട്ടോ? ഇവിടുത്തെ യുവജന കമ്മീഷൻ, ഷാരോന് യുവാവാണല്ലോ, 23 വയസ്സല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ 24 വയസ്സല്ലേ ഉള്ളൂ. ഇവിടുത്തെ യുവജന കമ്മീഷൻ ഒരു മുൻ ഹൈക്കോടതി ജഡ്ജിയാണ്. സാറേ, ഒരാൾ മരിച്ചിട്ടിരിക്കുകയാണ്, അവൻ്റെ അമ്മ ഒരു സ്ത്രീയാണ്, അല്ലെങ്കിൽ അവരിത് കേട്ടോണ്ടിരിക്കുകയാണ്. ഈ ഷാരൻ്റെ ഒരു സുഹൃത്ത് ചാനൽ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കമാൽ പാഷ സാർ പറയുന്ന കാര്യം കേട്ടിരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഒരുത്തനെ വെള്ളം കുടിക്കാതെ 11 ദിവസം അവൻ മരിക്കുകയാണ്. ആന്തരിക അവയവങ്ങൾ ദ്രവിച്ച് ഈ പെൺകുട്ടി ചെയ്ത കാര്യത്തിന് അവൻ മരിക്കുകയാണ്. എന്നിട്ട് അവൾ റാങ്കുകാരിയാണ്, അവൾ മിടുക്കിയാണ്, അവൾക്ക് ഇനിയും ഭാവിയുണ്ട്, അവളെ നന്നാക്കണം, അവൾ കോണർ ചെയ്യപ്പെട്ടു. ഇതൊക്കെ അവളുടെ വേറെ ചിത്രങ്ങളുണ്ടായിരുന്നു. എന്നിട്ട് ഒരു വാക്കും കൂടെ പറഞ്ഞു, നിങ്ങൾ കേട്ട് കാണും, അവൻ പ്രാർത്ഥിക്കാനൊന്നുമല്ലല്ലോ അവളുടെ അടുത്ത് പോയത്. ഞാൻ നേരെ തിരിച്ചിത് പറഞ്ഞിരുന്നെങ്കിലോ? അവളും അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ പോയത്. അതായത് അവൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയല്ലോ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവൻ സെക്സിന് വേണ്ടിയാണല്ലോ പോയതെന്നുള്ളതാണ്. കോടതി വിധിന്യായത്തിൽ എടുത്തെഴുതിയിട്ടുണ്ട്, ഷാരനെ അങ്ങോട്ട് വിളിച്ച് വാട്സപ്പിൽ വിളിച്ച് ഈ കുട്ടി മനഃപൂർവ്വം ഇൻഡ്യൂസ് ചെയ്യുന്ന പോലെ സംസാരിച്ചാണ് അവനെ വിളിച്ചു വരുത്തിയത്, കൊല്ലാനാണ് വിളിച്ചു വരുത്തുന്നത്. എന്നിട്ട് കമാൽ പാഷ സാർ പറയണം അവൻ പ്രാർത്ഥിക്കാനൊന്നുമല്ലല്ലോ പോയത്. അവസാനം നിങ്ങൾ ആ വാക്ക് കേട്ട് കാണും, കേട്ടില്ലെങ്കിൽ ഒന്നുകൂടെ കേൾക്കണം. അന്തസ്സോടെ കഷായം കലക്കി കൊടുത്തു. വിഷം കലക്കി കൊടുക്കല്ലേ, അതിൽ എന്താണ് അന്തസ്? ഇതാണ് ഇത് കമാൽ പാഷ സാറിൻ്റെ പ്രശ്നമല്ല, ഇത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്. നമ്മുടെ ഋഷിരാജ് സിംഗ് സാറ്, നമ്മുടെ സിംഗം, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആളാണ്. 14 സെക്കൻഡ് പെൺകുട്ടിയെ നോക്കി അറസ്റ്റ് ചെയ്യാമെന്നും അന്തസ്സോടെ കലക്കി കൊടുക്കാൻ പോകുന്നു എന്ന് പറയുന്നത് നിങ്ങൾ മീഡിയക്കാരുടെ കൈയ്യിൽ ഇട്ടാൻ വേണ്ടിയാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, സ്ത്രീപക്ഷത്ത് നിന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്ത് സ്ത്രീപക്ഷമാണ് സാർ? വിഷം കൊടുത്ത് ഒരാളെ കൊന്നിട്ട് എന്തോന്ന് സ്ത്രീപക്ഷമാണ്? നാളെ ഇവിടുത്തെ പുരുഷന്മാരങ്ങനെ മരിച്ചാൽ പോലും അപ്പോഴെങ്കിലും ഈ ഷാരൻ ഇരയാണെന്ന് സമ്മതിക്കൂ? അപ്പോഴെങ്കിലും രേഷ്മ വേട്ടക്കാരിയാണെന്ന് സമ്മതിക്കൂ? ആരെങ്കിലും ഒരാളെങ്കിലും രേഷ്മയെ വേട്ടക്കാരി എന്ന് വിളിക്കുന്ന കേട്ടിട്ടുണ്ടോ?